ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പിന്നെ ജൂലൈ മാസത്തെ 15 ദിവസത്തെ ക്ലാസ്സിന്റെ അവസാന ദിവസമാണല്ലോ ഇന്ന്. അപ്പൊ ഇത്രയും ദിവസം ക്ലാസ്സുകളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? എന്തെങ്കിലും ഒരു ലൈഫിൽ മാറ്റം വരുത്തുന്ന രൂപത്തിൽ ഈ അറിവ് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ പറയാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് എന്നെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സിലായി. പിന്നെ ഫോർഗീവ്നെസിന്റെ മെഡിറ്റേഷൻ അൽഹംദുലില്ലാഹ് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഇതുവരെ തോന്നലില്ലേനു. ചെയ്യാന്ന് അങ്ങനെ വിചാരിക്കാന്നല്ലാതെ ഇത്രയും കാലമായിട്ട് അങ്ങനെ തോന്നലില്ലേനു. ഞാൻ ഇതിന് മുന്നേ EFT ചെയ്തതാണ്. അപ്പൊ അന്നൊക്കെ ചെയ്യുന്നല്ല, പിന്നെ ചെയ്യലേനു. ഇപ്പൊ സ്ഥിരമായിട്ട് അൽഹംദുലില്ലാഹ് ചെയ്യുന്നുണ്ട്, ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഹെൽത്തിലൊക്കെ വേദനക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കുറവുണ്ട്. കാലിന്റെ വേദനക്ക് നല്ല മാറ്റമുണ്ട്, വേദനക്ക് മാറ്റമുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ ഇനി ബിസിനസ് ഒക്കെ ഉഷാറാക്കും എന്നുള്ള ചെറിയൊരു സംരംഭം ഉണ്ടല്ലോ അല്ലെ? ചെറിയൊരു ഏർപ്പാട് നടത്തുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത മാസം തൊട്ട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഉയർത്തി നല്ലൊരു അവസ്ഥയിലേക്ക് ലൈഫിനെ നീക്കാം. ഇനി ആരെങ്കിലും നെക്സ്റ്റ് പറഞ്ഞോളി. ഇനി ആർക്കാ പറയാൻ ഉള്ളത്? ഞാൻ ജെറി. ഓക്കെ പറഞ്ഞു. ഷംസിയ പറഞ്ഞു. പറഞ്ഞോ ഷംസിയ, ഒക്കെ പറഞ്ഞോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാന് ടീച്ചർക്ക് അറിയാം. ഫസ്റ്റ് തന്നെ ടീച്ചറെ കാണാൻ വരുന്നവരെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലേനു. പിന്നെ വീട്ടിൽ പോയി പിന്നെ കുറച്ച് ക്ലാസ് കയറിയപ്പോൾ എനിക്ക് തന്നെ ഒരു കുറച്ച് സന്തോഷം ഫീൽ ചെയ്ത്, സന്തോഷം തോന്നി ക്ലാസ് കേട്ടേരാ. ആദ്യമൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, കാരണം ഒരുപാട് ഡോക്ടർമാരൊക്കെ ഞാൻ പോയിനല്ലോ. അപ്പോൾ പിന്നെ ടീച്ചർ പറയുന്ന ഓരോ കണ്ടന്റ് എനിക്കൊരു എന്താ പറയുക, ഒരു സത്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ കുറേ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കൽ. അപ്പോൾ എനിക്ക് നെഗറ്റീവായി ചിന്തിച്ചിട്ടാണ് എനിക്ക് ഈ അസുഖം വരുന്നതെന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ടീച്ചറെ ക്ലാസ് കേട്ടപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ മാറി. പിന്നെ ഒരു നല്ല പോസിറ്റീവ് എനർജി തോന്നിയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉമ്മാക്ക് സുഖമില്ലാത്തവരോ ഞാൻ പറയും, നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്കിങ്ങനെ അസുഖം വരുന്നതെന്ന് അറിയും. അപ്പോൾ ഉമ്മ ചോദിക്കും, ഇതാരാ പറയുന്നത്, ഇത്രയും ദിവസം ഞാനങ്ങനെ പറയലില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് തന്നെ ഒരു അത്ഭുതം, ക്ലാസ് കേട്ടോണ്ട് കുറേ മാറ്റമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഉമ്മാനോട് അങ്ങോട്ട് പറയാം, നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് അസുഖം വരുന്നത്. അപ്പോൾ ഉമ്മ അറിയും, ഇതാരായി പറയുന്നത്, ഇതുവരെ ഞാനേ അങ്ങനെ പറയല്. അപ്പം ക്ലാസ് കേട്ട മുതൽക്ക് ഞാൻ ഉമ്മാനോട് അങ്ങോട്ട് പറയലേനു, നിങ്ങളിങ്ങനെ വേണ്ടാണ്ട് ഇങ്ങനെ അസുഖത്തെ പറ്റി ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം വരുന്നത്. അങ്ങനെ നമുക്ക് കുറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനെല്ലാം പറ്റിയ ടീച്ചറെ ക്ലാസ് കേട്ടിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു. താങ്ക് യു. ഇനി ആരോഗ്യമൊക്കെ തിരിച്ചു പിടിക്കുക, അവനവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ നന്നായിട്ട് മനസ്സിലാക്കുക. 2 പെൺകുട്ടികളുണ്ട് കയ്യിൽ. രോഗിയാവാനല്ല ഭൂമിക്ക് വന്നത്, ആരോഗ്യം തിരിച്ചു പിടിച്ച് ജീവിതം എന്ത് ചെയ്യാം, തിരിച്ചു പിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? വേഗം പറയും, സമയം കളയണ്ട. ജരീർ പറഞ്ഞാല്. ജരീർ. മാം, എനിക്ക് നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലേ? അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെ സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം. ഹലോ, കേൾക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ പിന്നെ വേറൊന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ആരുടെയും ദേഷ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മളോടൊന്ന് ചെയ്തവരെ കാണുമ്പോൾ ആണെങ്കിലും നല്ലോണം മനസ്സ് തുറന്ന് പെരുമാറാനും ചിരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ. ഓക്കെ,
ഇനി അടുത്തത് റാഫി. ആ, ഞാന് നല്ലൊരു ക്ലാസ് ഇനി 14 ദിവസം പോയത് അറിഞ്ഞില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ EFT ചെയ്തപ്പം പിന്നെ അന്ന് പെട്ടെന്നൊരു ചേഞ്ചസ് കാണാൻ സാധിച്ചിരുന്നു. അപ്പൊ പിറ്റേ ദിവസം തന്നെ പിന്നീട് അതിന്റെ ചേഞ്ചസ് കുറഞ്ഞു വന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒറ്റയടിക്ക് നമ്മൾ ഫീൽ ചെയ്തു, പിന്നെ അത് അതേപടി ആയി എന്ന് തോന്നുന്നു. പഴയ ഒരു ഓവർ തിങ്കിങ് ഒന്നും ഇതിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ മാറിയില്ല എങ്കിലും പഴയ ഓവർ തിങ്കിങ് ഒക്കെ മാറി, കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് വീണ്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്താൽ ഇനി മാറും ഇമോഷൻസ് പോകുന്നതനുസരിച്ച് നന്നായിട്ട് മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് നമ്മൾ പിന്നെ നേരിടുന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും നല്ല മെന്റൽ ഹെൽത്തോടെ സോൾവ് ആക്കാനൊക്കെ കഴിയും. അതെ, ഇനി ഈ 90% രോഗങ്ങളും ഈ മെന്റൽ ഇഷ്യൂസ് കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടേ, ഈ സൈക്കോയായിട്ട് ബന്ധപ്പെട്ടാണ് 90% അസുഖങ്ങളും വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ ആയിരിക്കും അത്. എനിക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ, കുറെ നമ്മളെ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ക്ലാസ് വളരെ ഉഷാറായിരുന്നു. ഓരോ ദിവസത്തെ ഓരോ കണ്ടന്റും നമ്മൾക്ക് കുറെ കാര്യങ്ങൾ മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. മനസ്സിന്റെ കോൺഷ്യസ് മൈൻഡിന് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രവർത്തനങ്ങള്, അങ്ങനെ പിന്നെ നമ്മളെ ഈ അവയർനെസ് ഇത് സംബന്ധിച്ച് നമ്മളെ പ്രശ്നങ്ങള് അത് ആക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്ത് പിന്നെ അത് വിട്ടുപോകാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിനെ കുറിച്ച് നമുക്ക് കുറെയൊക്കെ ഒരു അറിവ്, നല്ല രീതിയിലുള്ള അറിവ് തന്നിട്ടുണ്ട്. ഇനി അസുഖങ്ങൾ വന്നാല് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഹീലിംഗ് പവറിനെ ഉപയോഗിക്കാൻ. എനിക്ക് പേഴ്സണലി ഒരു വ്യക്തി മെസ്സേജ് ഇട്ട് തന്നാണ്, വീട്ടിലും പരിസരത്തും ഒക്കെ പനിയും ജലദോഷം ഒക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും അസുഖങ്ങളായപ്പോ ആ വ്യക്തിക്ക് മാത്രം ഉണ്ടായില്ല, അത് നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഉപബോധ മനസ്സിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മളെ പറ്റൂല. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് സ്വന്തത്തെ സ്നേഹിക്കല്, പിന്നെ ക്ഷമിച്ചു കൊടുക്കൽ, അത് വലിയൊരു അറിവാണ്, പുതിയ ഒരു അറിവ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലേക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നത്. ഇപ്പോഴാണ് അത് നമ്മൾ ആ മനസ്സിൽ കൊണ്ടുവരുന്ന ഭാരമുണ്ട്, ആ ഭാരം ഒന്ന് ഇറങ്ങിപ്പോയായിരുന്നു ഫൊർഗീവ് ചെയ്ത് കൊടുക്കുമ്പോ. ആ ഭാരത്തിൽ നിന്നാണ് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് മനസ്സിലായില്ലേ? അതെ, അതിന് നമ്മൾ മനസ്സിൽ നിന്ന് ഇറക്കി ആ പ്രശ്നങ്ങളെ അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുത്താൽ നമുക്കാണ് അതിന്റെ ഒരു നേട്ടം. തലേക്കുള്ള ആ ഒരു കന നമ്മളെ നിന്ന് പോകും. അങ്ങനെ നന്ദിയുള്ള മനസ്സുണ്ടാവുക, അൺകണ്ടീഷണൽ ലവ്, ആരെ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു, കുറെ ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു മാഡം. മെയിനായിട്ട് ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞുതരാം, അതെല്ലാം കുറെ മാറ്റമുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യലുണ്ട്. ഞാൻ ആദ്യമൊന്നും എനിക്കൊന്നും അതൊന്നും ശരിയാവില്ല എന്നെല്ലാം വിചാരിച്ചിരുന്നു. ക്ലാസ് കേട്ടാൽ റെഡി ആവുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കേട്ടപ്പോൾ കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യും. കാരണം ഫുള്ള് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എപ്പോൾ അസുഖങ്ങളും അതൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് അത് മനസ്സിലായി. ഇങ്ങനെ വേണ്ടാത്ത ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള. അപ്പൊ അത് എന്തായാലും എന്തായിരിക്കാൻ വയ്യ. കാരണം നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യും ക്ലാസ് കഴിഞ്ഞാല്. പിന്നെ പറഞ്ഞതിനോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് മാറ്റമുണ്ട്. ഓക്കെ, ഇനി അസ്മ പറഞ്ഞാല്. ഹലോ, അല്ലെ നഫീസ പറഞ്ഞോ? ആ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മള് മറ്റേ ഇത് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ഭാരം കുറഞ്ഞു പോണ്. EFT ചെയ്യുമ്പോ നമ്മൾ ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇഷ്ടക്കേട് ഉണ്ടായാല് അവരെ ചിന്തിച്ചാണ് നമ്മളെ ആരോഗ്യം ഇതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നത്. അവര് സുഖമായി ജീവിക്കുകയും ചെയ്യും, നമ്മൾ പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനി നഫീസ എന്തോ പറയുന്നുണ്ടോ?
നഫീസ? ഇല്ല. സാബിറ? അസ്മ പറയുന്നുണ്ടോ? സജീർ പറയുന്നുണ്ടോ? ഹലോ സജീറ? ഇല്ല. എന്നാല് നമുക്ക് ക്ലാസ്സിലേക്ക് നീങ്ങാം. ഇനി ആരും പറയുന്നില്ലല്ലോ? ഷിയാന പറയുന്നുണ്ടോ? ഓക്കെ, മിസ്സേ, പറഞ്ഞാല് ഷിയാന. ഞാന് മെയിലാണ് യൂട്യൂബിൽ മിസ്സിന്റെ ക്ലാസ് ഫസ്റ്റ് കേൾക്കാൻ തുടങ്ങിയത്. അതിന് ഫസ്റ്റ് കേട്ട വീഡിയോ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതി നോക്കി. അപ്പൊ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് അതിന് കിട്ടിയത്. കാരണം അതുവരെ എന്ന് പറഞ്ഞാല് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടും ഇല്ല എന്നുള്ള ഒരു ഇതിലൂടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നിരുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് കൊണ്ട് അത് കേട്ടതുകൊണ്ട് നല്ലൊരു ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഫോർഗീവ്നെസ് ആണ് ഒന്നും കൂടി ഒന്ന് ലെവലാക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നന്റ് ആണ്. ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അൽഹംദുലില്ലാ. കാരണം എൻ്റെ നെഗറ്റീവ് തോട്ടൊക്കെ ഞാൻ മാറ്റി പോസിറ്റീവ് തോട്ട് എനിക്ക് എല്ലാ കാര്യത്തും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാനിപ്പോൾ 2 months ആയിപ്പോൾ. അപ്പോൾ ഇതൊക്കെ മിസ്സിൻ്റെ ഒരു ക്ലാസ് കൊണ്ട് കിട്ടിയിട്ടുള്ള വലിയൊരു ഇതാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഓക്കെ, സന്തോഷം. ഈ ഫോർഗീവ്നെസ് ആണ് ഒന്ന് ടാപ്പിംഗ് അതെ, ഇതൊക്കെ ഫോർഗീവ്നെസ് നന്നായി ശ്രദ്ധിക്കണം. അതാണ് എല്ലാവർക്കും പ്രയാസമുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ബ്ലെസ്സിങ് ഒക്കെ ബ്ലോക്കായി നിൽക്കുന്നത്. പടച്ചോൻ നമുക്ക് തരാൻ വിചാരിച്ച അനുഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് എത്താതെ ബ്ലോക്കായി നിൽക്കാൻ കാരണം നമുക്ക് ഈ ഫോർഗീവ്നെസ് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ പേരൻസിലൂടെയും മറ്റു പല ആളുകളിലൂടെയും ഉള്ളിലേക്ക് പോയത്. ഇപ്പോൾ എത്രയോ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പേരൻസ് ഒക്കെ ആരുടെങ്കിൽ തെറ്റിലാണെങ്കിൽ അയൽവാസികളോടോ മറ്റുള്ളവരോടോ ഒക്കെ തെറ്റിലാണെങ്കിൽ നമ്മളോട് പറയും അങ്ങോട്ട് പോകരുത്, അവരോട് മിണ്ടരുത്. അങ്ങനെ അവർക്കെതിരെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതാണ് നമ്മൾ അറിയാതെ കണ്ടു കേട്ട് പഠിച്ചു പോകുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ഫോർഗീവ് ചെയ്യാനൊക്കെ ഒരു പ്രയാസമുള്ള അവസ്ഥ ഉണ്ടാകുന്നതും. ഇതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിർബന്ധമായി ഫോർഗീവ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ റിസൾട്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടില്ലേനോ അന്ന്? എന്താ പറയാ, ഫസ്റ്റ് നമ്മളെ തന്നെ സ്നേഹിക്കണം, അങ്ങനെ എന്തോ ഒരു ക്ലാസ് ഇല്ലേനോ? സ്വന്തത്തെ സ്നേഹിക്കുക അങ്ങനെ. അത് എന്താ വെച്ചോണ്ട് ഞാനെന്ന് വെച്ചോണ്ടെ മറ്റുള്ളവർക്കെല്ലാം റെഡിയാക്കി ഞാൻ പിന്നീട് ചെയ്യാം, എനിക്ക് പിന്നീട് മതി. ആദ്യം മറ്റേ എന്തോ ഒരു ഗസ്റ്റ് വരുന്ന എന്തോ ക്ലാസ്സില്ലേ, അപ്പൊ അതിൽ അവർക്കെല്ലാം കൊടുത്തിട്ട് നമുക്ക് മതി എന്നുള്ള, അതുപോലെ ഞാനും മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്തിട്ട് പിന്നെ എനിക്ക് മതി എന്നുള്ള ഇതാ. പിന്നെ അന്നേരം ടീച്ചർ പറഞ്ഞ ആദ്യം സ്വന്തത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ, അപ്പൊ അതെല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങളൊരു പങ്കുവെക്കുന്നത്. ഭൗതികമായി നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് സാങ്കേതികമായിട്ടും ഭൗതികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതം ലഭിക്കുന്നതിന് പകരം സ്ട്രെസ്സിലൂടെയും രോഗങ്ങളിലൂടെയും ദരിദ്രരായിക്കൊണ്ടും ഇനി സാമ്പത്തികമായി ഉയർന്നവർ തന്നെ വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ പോകുവാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്ന് പഠനം നടത്തിയപ്പോൾ, ഇപ്പൊ യൂട്യൂബിലേക്കൊക്കെ വീഡിയോസ് ഇട്ടപ്പം ഒരുപാട് കേരളത്തിന്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വിളിക്കുന്നതിലൂടെ ഞാൻ ഇങ്ങനെ പഠനം നടത്താൻ തുടങ്ങി. ഒരു വ്യക്തിയാണ് വിളിക്കുന്നതെങ്കിലും ആ കുടുംബത്തിന്റെ മുഴുവൻ, അതുപോലെ അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. എവിടെയാണ് ഇവർക്കൊക്കെ പിഴവ് വന്നത്? അപ്പോൾ എനിക്ക് പിഴവ് വന്നത് എവിടെയാണെന്നുള്ളത് എൻ്റെ
കേസ് സ്റ്റഡി എടുക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഇവർക്കൊക്കെ എങ്ങനെയാണ് പിഴവ് വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖങ്ങളിലൂടെ ജീവിക്കേണ്ടി വന്നത് എന്ന് പഠനം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്, എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹങ്ങളിൽ അധിക ആളുകളും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പൊ എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടാവും. അതായത് വ്യക്തിത്വ വൈകല്യം. ഇതേപോലെ കുട്ടിക്കാലത്തോ കൗമാരങ്ങളിലോ ബാല്യപ്രായത്തിലോ ബാല്യം, കൗമാര, യൗവനം ഇങ്ങനെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങളിലേറ്റ മനസ്സിനേറ്റ മുറിവുകൾ കാരണം അറിയാതെ സ്വഭാവ വൈകല്യങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ വന്നു പോവാം. ഇത് വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാല് ഒരു മാനസിക വിഭ്രാന്തിയാണ്. അപ്പൊ ഇങ്ങനെ മാനസിക വിഭ്രാന്തി ഉള്ള ആളുകൾക്ക് ശക്തവും ആരോഗ്യപരവുമായ ചിന്താഗതികളോ നല്ല പ്രവർത്തനമോ നല്ല പെരുമാറ്റ മര്യാദകളോ ഒന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും അല്ലെങ്കിൽ ആളുകളെ മനസ്സിലാക്കിയും സന്ദർഭങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും പെരുമാറാൻ ഇവർക്ക് കഴിയൂല. അപ്പൊ ഇത് കാരണം ബന്ധങ്ങൾ ദുർബലമാവും. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, സ്കൂള്, ജോലി ഈ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പ്രശ്നക്കാരായിരിക്കും. എന്നാലോ ഇവര് മനസ്സിലാക്കൂല അവരുടെ പിഴവുകൾ കാരണമാണ് ഇതൊക്കെ വരുന്നത് എന്ന് അവർ തിരിച്ചറിയാതെ, എല്ലാവരെയും പോലെ ഞാനും നോർമലാണ്, എന്നിൽ ഒരു കുഴപ്പവുമില്ല എന്ന ഒരു ധാരണ ഇങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളോട് ഇപ്പോ ഭാര്യനെയും ഭർത്താവിനെയും കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, ഭാര്യയാണ് സമീപിക്കുന്നതെങ്കിൽ ഭർത്താവിനെ കൊണ്ടുവരണം എന്ന് പറയും. അല്ലെങ്കിൽ ഭർത്താവാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് സമീപിക്കുന്നതെങ്കിൽ ഭാര്യനെ കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ ഇവര് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കാരണവശാലും അവരെ കൊണ്ടുവരാൻ കഴിയൂല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ പിഴവുകൾ അവര് മനസ്സിലാക്കുന്നില്ല. ഞാനെല്ലാം തികഞ്ഞതാണ്, എന്നിലൊരു പിഴവുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പോവേണ്ട ആവശ്യം എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലുള്ള ചോദ്യം. ശരിക്കും ഇവരിൽ പിഴവുള്ളതാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഭാര്യയിൽ അല്ലെ ഭർത്താവിൽ പിഴവുള്ളതാണ് തൻ്റെ ഭാര്യ രോഗിയാവാൻ കാരണം, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് രോഗിയാവാൻ കാരണം, തൻ്റെ ഫാമിലിക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാവാൻ കാരണമെന്ന് ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കൂല. എപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് എനിക്ക് എന്തിന്റെ കുറവാ ഇവിടെ ഉള്ളത്, എനിക്ക് എന്തിന്റെ പോരായ്മ ഇവിടെ ഉള്ളത്. അപ്പൊ ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ്, ഞാൻ നന്നായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ ഒരിക്കലും അവരുടെ വൈകല്യത്തെ തൊട്ട്, അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളെ തൊട്ട് ചിന്തിക്കുന്നില്ല. ഇത് കാരണമാണ് ഒരുപാട് മരണങ്ങളും പല സംഗതിന്റെയൊക്കെ പിന്നിൽ, പല കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ആക്സസ് ബാറിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ 80 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മയുടെ മകൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ സ്വാഭാവികമായിട്ടും എന്താണ് എങ്ങനെയെന്നൊക്കെ ഉള്ളത് വിശദമായി ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, കുറേ കാലം അസുഖങ്ങൾ കാരണം ഓരോ ആശുപത്രികൾ കയറി ഇറങ്ങി ഞങ്ങള് മതിയായി, ഉമ്മക്കൊരു മാറ്റമില്ല, മരുന്ന് കുറേ ശരീരത്തിലേക്ക് ചെല്ലുന്നു എന്നല്ലാതെ ഒരു മാറ്റമില്ല, പിന്നെ പലപ്പോഴും വീഴും. ഇപ്പം ഉമ്മന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറെ കാലമായി ഉമ്മ ഒന്ന് മര്യാദയ്ക്ക് എണീറ്റ് പുറത്തൊക്കെ നടന്നിട്ട്, എന്നും വൈകുന്നേരം 3 മണി 4 മണിയാവും എണീറ്റ് ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ, എന്നിട്ട് എന്തെങ്കിലും കഴിച്ച് അപ്പം അവിടെ തന്നെ കിടക്കും, അല്ലാതെ യാതൊരു ലോകവും ഇല്ല, പ്രാഥമിക ആവശ്യങ്ങൾ വരെ ബെഡിലാണ് ചെയ്യുന്നത്. എന്നപ്പോ ഞാൻ അതിന്റെ കേസ് സ്റ്റഡി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, പേടി പറയാറുണ്ട് എപ്പോഴും. അപ്പൊ ശരിക്കും ഈ പേടിയുള്ളത് കാരണം അപ്പൊ ഈ മകളും മനസ്സിലാക്കി, ഉമ്മന്റെ ആ പേടി കാരണം കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളോട് പെരുമാറിയതിൽ പല പ്രശ്നങ്ങളും, പലപ്പോഴും അടിയും അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഈ വ്യക്തിക്കും, വിളിച്ച വ്യക്തിക്കും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അത് സ്വയം തിരിച്ചറിഞ്ഞ് ആ പേടിയെ മനസ്സൊന്നും ഇല്ലാതാക്കി. പക്ഷേ ഈ ഉമ്മക്കേറ്റ പേടി ഏത് രൂപത്തിലാന്നുള്ളത് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോഴൊന്നും സംസാരിക്കാനോ പറയാനോ കഴിഞ്ഞു പോയതൊക്കെ മറന്നു പോയിട്ടുണ്ട്.
അങ്ങനെ ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി അവർ മതിയായി. പിന്നെ അക്യുപഞ്ചർ, അതിലൂടെയാണ് കുറച്ചൊരു ആശ്വാസം കിട്ടിയത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതും അത് കൊടുത്തപ്പോ 2 വർഷമായി അത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അത് ആ ഡോക്ടറെ കാണിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും ക്രമേണ ഈ വ്യക്തി എന്തായി വരികയാണ്, ക്ഷയിച്ച് ഒരു പറ്റ കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആ സമയത്താണ് എന്റെ വോയിസ് കേട്ട് എന്നെ വിളിക്കുന്നതും ഞാൻ പോകുന്നതും ഒക്കെ. അപ്പൊ ഞാൻ ചെന്ന് ഫസ്റ്റില് ആക്സസ് ബാർ ചെയ്തപ്പോൾ ആ പേടി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം എന്നെയൊക്കെ തുറിച്ചിങ്ങനെ നോക്കും, ആരെ കണ്ടാലും ഇങ്ങനെ തുറിച്ചു നോക്കും, ആരോ ആണോ എന്തോ ചെയ്യാൻ വരികയാണോ എന്നുള്ളൊരു പേടിയാണ് മനസ്സിൽ. കാരണം കുട്ടിക്കാലത്ത് ഏത് വയസ്സിലാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല, എന്താ സംഭവിച്ചതെന്നും അതിന് പറയാൻ അറിയുന്നില്ല. പേടിയുണ്ട് എന്നുള്ളത് എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ ആ ഉള്ളിൽ എനർജിയിൽ പിടിച്ച സംഗതി വളരുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞു തരാനില്ല. നമുക്ക് പല അസുഖങ്ങളും വരുമ്പം അതിന് ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥത വലിയൊരു ഘടകമാണ്. അങ്ങനെ ഈ വ്യക്തി ഈ സംഭവം പേടിയാണെന്നുള്ളത് മകൾക്ക് മനസ്സിലായി. അതിലൂടെയാണ് ഇങ്ങനെ ആക്സസ് ബാറിനെ പറ്റി കേട്ടപ്പം അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഏതായാലും ആ ഭാഗത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ഒരിക്കൽ പോയി ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അതിന്റെ പേടി മുഖത്തേക്ക് നോക്കിയപ്പോൾ കുറഞ്ഞതായിട്ട് മനസ്സിലായി. പിന്നെ 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള മാറ്റം ആ മകള് അറിയിക്കുന്നത്. ചിരിക്കാനൊക്കെ തുടങ്ങി. ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ 1 മണിക്കൂർ സമയം എടുക്കും. ഇങ്ങനെ 32 ബ്രെയിനിൽ വരുന്ന ഞരമ്പ് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു അഫർമേഷൻ കൊടുക്കും. അപ്പൊ നെഗറ്റീവ് പോകുന്ന ഒരു സംഭവമാണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ആ ഉമ്മ മകളോട് പറയാണ്, എന്റെ മനസ്സിന്റെ അസ്വസ്ഥത പോയി, എന്റെ പേടി പോയിന്ന്. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ EFT ആയാലും ആക്സസ് ബാർ ആയാലും NLP ആയാലും ഇതൊന്നും നമ്മളെ ട്രീറ്റ്മെന്റിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഇഷ്യൂസ്, നമ്മളെ ലൈഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളോട് മോശമായി പെരുമാറിയ അനുഭവങ്ങളും ചിന്തകളും ഇമോഷൻസും ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഹെൽത്തും വെൽത്തും ഒക്കെയാണ് നമ്മൾ തിരിച്ചു കിട്ടുന്നത്. എത്രയോ കൗൺസിലിങ്ങിന് വരുന്ന കേസിലൊക്കെ, ഇപ്പൊ കുട്ടികളുടെ കേസായാലും വലിയവരുടെ ഒക്കെ കേസായാലും കാഴ്ചക്ക് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അവരുടെ ഉള്ളിലേക്കാണ് ഇത്തരം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ ബിഹേവിയറിൽ നിന്ന് വരുന്ന ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസ് ആണെങ്കിൽ ഇവരുടെ പെരുമാറ്റം ഈ കുട്ടികൾക്ക് ഭയങ്കര ഷോക്കായിട്ട് മാറും. അതേപോലെ അതിനനുസരിച്ചാണ് കുട്ടികളുടെ സ്വഭാവം ഉണ്ടായാല്. എന്നിട്ട് പേരൻസ് പറയും, എന്റെ കുട്ടിക്ക് അനുസരണല്ല, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കൂല. എന്നിട്ടും സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കൂല. ഞാൻ പെരുമാറിയെടുത്ത്, ഞാൻ സംസാരിച്ച വാക്കുകൾ പലതും എന്റെ കുട്ടിക്ക് പറ്റാത്തതുണ്ട്, അതുകൊണ്ടാണ് എന്റെ കുട്ടി ഈ രൂപത്തിൽ പെരുമാറുന്നത് എന്ന് ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരോട് മോശമായി സംസാരിച്ചുകൊണ്ട് കൂടുതൽ വഷളായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. അതാണ് ഇപ്പോഴത്തെ കുട്ടികളും പാരൻസും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. പാരൻസിന്റെ പിഴവുകൾ സ്വയം മനസ്സിലാക്കാതെ, കാരണം കേരളീയരുടെ ഒരു ധാരണ ഉണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്. ഒരു ഈഗോ കൂടുതലാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിന്. അതുകൊണ്ടാണ് ഇത്രയും കുടുംബ പ്രശ്നങ്ങളും അവസ്ഥകളും എല്ലാം വന്നത്. സുന്ദരമായ ഒരു ജീവിതത്തിന് പകരം പ്രയാസമുള്ള ഒരു ജീവിതത്തെ സ്വീകരിക്കേണ്ടി വന്നത് ഈ ഈഗോ വളർന്നത് കൊണ്ടാണ്. അതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മളിലൊക്കെ പണമുള്ള ആളുകൾ, ആ പണം ഉണ്ട് എന്നുള്ളത് നമ്മൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് വലിയ കാറ് വാങ്ങിയിട്ടുമാണ് നമ്മൾ തെളിയിക്കുന്നത്. പകരം നമ്മുടെ തന്നെ ഭാവിയിലേക്ക് വരുമാനമുള്ള രൂപത്തിൽ അതിനെ മാറ്റി വെക്കാൻ നമുക്കറിയില്ല. ശരിക്കും തന്നെ പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് മേലോട്ട് നോക്കുന്നത്. പിന്നെ ഇതിന്റെ നികുതി വരെ കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണം, അത് നമുക്ക് തന്നെ ഉപകരിക്കുന്ന രൂപത്തിലേക്ക് എങ്ങനെ നീക്കണം എന്ന തിരിച്ചറിവൊക്കെ ഇല്ലാത്തത് ഇത്തരം പെരുമാറ്റങ്ങൾ നമ്മളെ പാരൻസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്.
ഇതുപോലെ കൗൺസിലിങ്ങിന് ഒരു +2 പഠിക്കുന്ന കുട്ടീനെ കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്വഭാവ വൈകല്യമാണ്. ചെറുപ്പം മുതൽക്കേ ഒരു 5-6 വയസ്സ് ആയത് മുതൽക്കേ കുട്ടിയിൽ ഒരുപാട് നെഗറ്റീവുകൾ കാണുന്നുണ്ട്. അപ്പോൾ സംഗതി അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്താണ് ഫാദർ വേറെ കല്യാണം കഴിക്കുന്നത്. ആ 2 വയസ്സ് സമയത്താണ് ഉമ്മ ഈ സത്യം അറിയുന്നത്. ആ സമയത്ത് ആ ടെൻഷൻ കാരണം കുട്ടികളോടൊക്കെ നല്ലോണം നിൽക്കാൻ കഴിയാതെ ആ സ്വഭാവ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കുട്ടിക്ക് ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മളെല്ലാത്തിനും നമ്മളെ മക്കളെയാണ് കുറ്റപ്പെടുത്തുക. നമ്മൾ മാറണം, നമ്മളിൽ മാറ്റം വരണം എന്ന് ഒരു രക്ഷിതാക്കളും ചിന്തിക്കാറില്ല, അധ്യാപകരും ചിന്തിക്കാറില്ല. എല്ലാറ്റിനും നമ്മൾ കുട്ടികളെ പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോലെ തന്നെ സമാധാനമില്ലാത്ത ഒരു തലമുറയെ നമുക്ക് വളർത്തേണ്ടി വരും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് പ്രധാനമായിട്ട് 3 കാറ്റഗറി പെടുത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇനി തുടർന്ന് വരുന്ന ഓരോ ക്ലാസ്സുകളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഈ 3 കാറ്റഗറിയും നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ശരിക്ക് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് സ്വന്തത്തിനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയും നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ. ഒരു 6 മാസമോ 1 വർഷമൊക്കെ എടുക്കും. അപ്പോഴായിരിക്കും പരസ്പരം യാഥാർത്ഥ്യം ഉൾക്കൊള്ളല്. അങ്ങനെ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കും, എങ്ങനെ ഇയാളെ കൂടെ അല്ലെ ഇവളുടെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉള്ളിൽ ചോദിക്കുന്നുണ്ടാവും. പുറത്ത് നമ്മൾ നല്ല സ്നേഹത്തോടെയൊക്കെ നിൽക്കും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്നേഹം എന്നെന്നും നിലനിർത്താൻ കഴിയൂല. ഈ ഉള്ളിൽ നിരാശയോട് കൂടിയുള്ള ഒരു ജീവിതം. കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളാവുമ്പം അതിനനുസരിച്ച് ഇവർ പെരുമാറുള്ളൂ. അവർക്ക് നല്ല സ്നേഹത്തിലും ഒരുമയിലും ഐക്യത്തിലും ഒന്നും പെരുമാറാൻ കഴിയൂല. അവരുടെയൊക്കെ സ്വഭാവങ്ങൾ എവിടെയൊക്കെ എത്തുമ്പോൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരുടെ പാരൻസിൽ നിന്നൊക്കെ അവർ കേട്ട് മനസ്സിലാക്കിയതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവങ്ങൾ ഉണ്ടാവല്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു റിലേഷൻഷിപ്പിലേക്ക് ഒന്നുകിൽ ഭാര്യ പോവും അല്ലെങ്കിൽ ഭർത്താവ് പോവും. അവിടെ മുതൽക്കാണ് പിന്നെ ഓരോ കുടുംബങ്ങളിലും പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സംശയമായി, ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വഴക്കുകളായി, ഈ വഴക്കിന്റെ അടിസ്ഥാനത്തിൽ വളരുന്ന മക്കളാണ് പിന്നെ മുന്നിലുണ്ടാവുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിച്ചും, കാരണം ഈ കുട്ടികളുണ്ട് എന്നുള്ളത് ഓർമ്മ പോലും ഇല്ലാതെ ആയിരിക്കും നമ്മളെ സംസാരം. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് ദുരിതങ്ങളാണ് വിളിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദുരിതങ്ങളെയാണ്. നല്ലൊരു സന്തോഷമുള്ള സ്നേഹമുള്ള ലൈഫല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗങ്ങളായിക്കൊണ്ട് പരസ്പരം രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസവും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ ഈ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ലഭിക്കുമ്പോൾ, ഇപ്പോ പാരനോയിഡ് പേഴ്സണാലിറ്റി, അതായത് ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫസ്റ്റ് സെക്ഷനാണ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നത്. അതെന്ന് പറഞ്ഞാൽ സംശയമാണ് ഇങ്ങനത്തെ ഉണ്ടാവില്ല, സംശയരോഗം ഉണ്ടാവും. ആ സംശയ രൂപത്തിലൂടെ, ആ സംശയത്തിലൂടെ ഈ വ്യക്തി പോവാൻ അയാളുടെ കുട്ടിക്കാലം മുതൽക്കോ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അയാളെ വേദനിപ്പിച്ച എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സംശയമുള്ള ഒരു ഭർത്താവാണ് അല്ലെ ഒരു ഭാര്യയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഇതേപോലെ സംശയം രോഗമുള്ള ഒരു ആള് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കൗൺസിലിങ്ങിന് വന്നതിൽ നിന്നുള്ള അനുഭവമാട്ടോ പറയുന്നത്. ഫസ്റ്റ് ഈ ഭാര്യ വീട്ടിലേക്ക് പോവാണ് ഇയാള്, ആദ്യത്തെ പോക്കാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് ഈ ഭാര്യയെ കാണാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ഒരു കസിനുമായിട്ട് ഈ ഭർത്താവ് കാണുകയാണ്. ആ ഭാര്യ ചിലപ്പോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഭർത്താവ് അത് ഓൾറെഡി ഉള്ളിൽ സംശയമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അതിന്മേലാണ് പിന്നെ ആ വ്യക്തികളുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇയാളെല്ലാത്തിനും ഈ ഭാര്യനെ സംശയിക്കാനുള്ള സന്ദർഭം ഉണ്ടായി പോയി. പിന്നെ സംശയിച്ച് അങ്ങനെ മുന്നോട്ട് പോയപ്പോ ഈ ഭാര്യ ചിന്തിക്കുകയാണ്,
എനിക്കെന്തുകൊണ്ട് ഭർത്താവ് ഏതായാലും എന്നെ സംശയിക്കാണ്, പിന്നെ എനിക്കെന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൂടാ? അങ്ങനെ അവരും അതിനനുസരിച്ചുള്ള റൂട്ടിലൂടെ നീങ്ങി. ഇതില് എന്നും വഴക്കുണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലൂടെ ഫാമിലി പോകുമ്പോൾ അധിക ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാവും. എന്റെയൊക്കെ അടുത്തേക്ക് വരുമ്പം അവര് ഡൈവേഴ്സിൽ ആ ഭാര്യ 100% അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ. അങ്ങനെ അപ്പൊ എന്താണ് ഇത് തുറന്ന് സംസാരിക്കണില്ലല്ലോ, ആരും തുറന്ന് സംസാരിക്കില്ല. ഈ സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പരസ്പരം പെരുമാറുകയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മക്കളുണ്ട്, 2 തീർച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നിട്ട് ഈ ഭാര്യ കരയാണ് മുന്നിൽ വന്നിരുന്നത്. മക്കളാലെ ഒരു സമാധാനവും ഇല്ല. വലിയ മോനും ഇതുപോലെ ഒരു അഫയറിൽ പെട്ട് പിന്നെ വേറെ കല്യാണം കഴിക്കണില്ല, പിന്നെ ആ സമയത്തൊക്കെ കീറി വരിക, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും. അതുപോലെ 2ാമത്തെ മോനും അവരെ വിചാരിച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അപ്പൊ എവിടെയാണ് ഇതൊക്കെ പിഴക്കുന്നത്? ശരിക്കും ഇങ്ങനെ നമ്മള് കുറെ അറിവുകൾ നേടി നമുക്ക് നല്ല ജോലിയും നല്ല വരുമാനവും നല്ല സമ്പത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ അവനവനിലേക്ക് ഇറങ്ങിക്കൊണ്ട് എൻ്റെ കുടുംബം, എവിടെയാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നത്, ഞാൻ എന്തെല്ലാം മാറ്റം വരുത്തണം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ ഭാവിയിലൊക്കെ മാറ്റം ഉണ്ടാകും. അങ്ങനെ ഇവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കൾ നല്ലൊരവസ്ഥയിൽ എത്തണം എന്നുള്ളതാണ്. അത് എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ മാതൃകയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയാലോ. ഈ മക്കൾ എപ്പോഴും പറയുന്നതാണ്, ഈ വീട്ടിലേക്ക് വരാൻ ഒരു സമാധാനവും ഇല്ല, ഒരു സുഖവും. വേറൊരു പോവാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അവര് ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സ്വയം മാറാൻ ശ്രമിക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തി, പരസ്പരം മോശമായി പലതും പറഞ്ഞ് അതിലെ കുടുംബങ്ങളും മറ്റുള്ളവരൊക്കെ ഇടപെട്ട് വീണ്ടും വഷളായി ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ പോകുന്നുണ്ട്. ഇന്നിപ്പം അൽഹംദുലില്ലാ അവര് സന്തോഷത്തോടെ നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ട് ഒരുപാട് മാറിക്കൊണ്ട് അവർ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും അടുത്തേക്കൊക്കെ പോവാനും ഒരു പ്രയാസം. എൻ്റെ വീഡിയോ കേട്ട് വിളിച്ചതാണ്, അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് എനിക്കിങ്ങനെ പഠനം നടത്തിയപ്പോൾ ശരിക്കും മനസ്സിലാവാൻ പറ്റി. അപ്പൊ നമ്മള് ഒരുപാട് സമ്പത്തും ഇതൊക്കെ നേടുന്നതിലപ്പുറം നമുക്ക് ബ്ലെസ്സിങ് ആയിക്കൊണ്ട് എങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നേടാം, എങ്ങനെയൊക്കെ നമുക്ക് സമ്പത്ത്. ഇപ്പൊ ഞാനും എൻ്റെ ഭർത്താവും അല്ലെ ഓരോ വ്യക്തികളും തൻ്റെ ഇണയുമായിട്ട് ഭാര്യയും ഭർത്താവും ഒന്നായിക്കൊണ്ട് സ്നേഹമുള്ള ഒരു അവസ്ഥയിലൂടെ, ഒരു സ്നേഹമുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, ജീവിക്കാനുള്ള ഒരു മനസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ ഒക്കെ നന്നായിട്ട് പോകും. പിന്നീട് ഈ മക്കളിലൂടെ ഇവരുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന്. കാരണം ഈ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾ ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരിക്കും പോണത്. പിന്നെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി മക്കളെ വിചാരിച്ച് ഇവര് 2ആളും ഒന്നാവും, നല്ല നിലക്കൊക്കെ നിൽക്കും. പുറമെ ജനങ്ങൾക്കും വേണ്ടി ഭാര്യയും ഭർത്താവും ആവും, ഉള്ളിൽ കയറിയാൽ ഒരു സ്ത്രീയും പുരുഷനും ആയിരിക്കും. എങ്കിലും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി പിന്നെ ഈ മക്കളെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞാലേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ ഒക്കെ വീണ്ടും നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ ഇഷ്യൂ വരുമ്പോഴാണ്, എന്നിട്ടും നമ്മൾ മനസ്സിലാക്കൂല എൻ്റെ സ്വഭാവ മോശം കൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെയായത്. അപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തും ഭാര്യനെ അല്ലെ ഭർത്താവിനെ. ഒരു കുട്ടി കേട് വന്നാൽ ഭർത്താവ് പറയും ഇത് ശരിയില്ലാത്തത് കൊണ്ടാണ്, ഭാര്യ പറയും നിങ്ങളെ സ്വഭാവ മോശം കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ പഴിചാരി കുറ്റപ്പെടുത്തി നമ്മളെ ജീവിതം അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നല്ലാതെ, ഞങ്ങൾ 2ആളും ശരിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒരു ജോലിയും അല്ലെങ്കിൽ തൻ്റെ ഇടത്തിലൊരു പക്വതയിലും നീങ്ങാതെ വീണ്ടും ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്, വിവാഹമൊക്കെ കഴിഞ്ഞ് ഡൈവേഴ്സ് ആവുന്നതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ ക്ലാസ്സിന്റെ കണ്ടന്റ് തന്നെ ഞാൻ ഫസ്റ്റേ പറഞ്ഞിരുന്നല്ലോ, ഉള്ളിലേക്കുള്ളൊരു ടൂറാണ്. നിങ്ങൾക്ക് ഓർമ്മണ്ടോ അറിയില്ല, എനർജി ബേസിലുള്ള ഒരു പഠനമാണ് ഈ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമുക്ക്
സംസാരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് ധന്യമായ ഈ ഭൂമിയിൽ തന്നെ സ്വർഗതുല്യമായിട്ടുള്ള നല്ലൊരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിയും. കാരണം ഞാൻ എന്ന വ്യക്തി ഒരു വ്യത്യസ്ത സ്വഭാവത്തിലൂടെയാണ് വളർന്നു വന്നതും വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നാണ് വന്നതും. എൻ്റെ കൂടെയുള്ള എൻ്റെ തുണ ഇതുപോലെ വ്യത്യസ്ത സാഹചര്യത്തിലൂടെ വളർന്ന ഒരു വ്യക്തിയാവുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇടിയും മിന്നലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കുറ്റങ്ങൾ കാണുന്നതിന് പകരം അവരുടെ നന്മകൾ കണ്ടെത്താൻ നമ്മൾ എന്ന് പഠിക്കുന്നുവോ അന്ന് മുതൽക്ക് നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും. അപ്പൊ ഇതാണ്, എന്നിലും കുറെ പിഴവുണ്ട്, അവളിലും പിഴവുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഈ പിഴവുകളല്ല കാണല്, നന്മയുടെ വശമാണ് കാണല്. ഈ പിഴവുകൾ കാണുമ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ മുഴുവൻ പ്രശ്നങ്ങളും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ കുടുംബം സുന്ദരമായി നല്ലൊരവസ്ഥയിലൂടെ, വേറൊരു പെണ്ണിനെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, വേറൊരു ആണിനെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് ശരിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ തേടി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് പോവേണ്ട ആവശ്യം വരുന്നത്. അതിനാൽ എല്ലാവരും അവനവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് എന്തെല്ലാം വൈകല്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞത് മുതൽക്കാണ് എനിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നത്. കുറേ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം, ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് എന്തിനാ തന്നത്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്തിനാ ഞാൻ എത്തിയത്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ ചിന്തകളൊക്കെ മാറ്റി ഉള്ളിൽ ശരിയാക്കാൻ തുടങ്ങിയപ്പോ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇതുപോലെ എല്ലാവരും ജീവിതത്തിലും ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അതിനാദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ ചിന്തകൾ കൊടുത്ത് നമ്മുടെ ലൈഫിനെ മാറ്റാം. നമ്മൾ നോക്കാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്കൊക്കെ മരണം വരെ ജീവിതത്തിൽ നന്നായി ഉപകാരപ്പെടണം. നിങ്ങളെ എനർജിനെ ഏത് അവസ്ഥയിൽ, ഇപ്പൊ ഇതേപോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളൊക്കെ മക്കളായിട്ടും മരുമക്കളായിട്ടും ഒക്കെ നമ്മളെ ഫാമിലിയിലേക്ക് വരും. ആ സമയത്തൊക്കെ നമ്മളെ സംരക്ഷിച്ചാൽ ഒരു ഇതിലും നമ്മൾ പെടൂല. നമ്മൾ അറ്റാക്ക് ആയിട്ടോ ക്യാൻസർ ആയിട്ടോ അല്ലെ മറ്റു മാരക രോഗങ്ങളായിട്ടോ ജീവിക്കേണ്ട ഒരാവശ്യം വരില്ല. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി സൃഷ്ടാവ് തന്ന എത്രയാണോ ആയുസ് അത്രയും കാലം അഭിമാനത്തോടെ അന്തസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള എല്ലാ സ്റ്റെപ്പുകളും എല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. ഓക്കെ.